Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗൈസ്, അതിന്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് കാണാം. പിന്നെ പോരാത്തിന് ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. അപ്പൊ ഞാൻ വീഡിയോ അധികം ഞാൻ പറയാൻ ദീർഘിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പൊ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ലെറ്റ്സ് റോൾ. ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ഷംസി ഫോർ ടെക് ചാനലിലെ ആദ്യത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് ഐക്യു ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ ഇറക്കാൻ പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു വാച്ചും കൂടെ ഇറക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് വാച്ചിനെ കുറിച്ചിട്ട് പറയാം. ഐക്യു ഒരു പുതിയൊരു വാച്ച് ഇറക്കാൻ പോവുകയാണ്. GT2 എന്നാണ് ആ വാച്ചിന്റെ പേര്. ഈ ഒരു വാച്ചിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനുള്ളത്, രമണ 33 ദിവസത്തെ ബാറ്ററി ലൈഫാണ് യവന്മാർ ഇതിൽ കൊടുക്കാൻ പോകുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ ഒരു കമ്പനി 33 ദിവസം ബാറ്ററി ലൈഫ് കൊടുക്കാന്ന് പറയുന്നത് നല്ലൊരു തീരുമാനമാണ്. പിന്നെ ഈ ഒരു വാച്ച് ഇറങ്ങാൻ പോകുന്നത് ചൈനയിലാട്ടെ. മറ്റുള്ള രാജ്യങ്ങളിൽ ഇത് ഇറങ്ങുമോ എന്നുള്ളതൊരു സംശയമാണ്. അപ്പോ ദാറ്റ് ഈസ് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് വേണമെങ്കിൽ കരുതാം നിങ്ങൾക്ക്. പിന്നെ ഇതിന്റെ ഒരു 2.5D കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. പിന്നെ 60 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ്, ആമോലെഡ് സ്ക്രീന്, പിന്നെ നമുക്ക് ഡീപ് സീക്ക് AI ടെക്നോളജി ഫീച്ചർ നമുക്ക് വാച്ചിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ChatGPT ഒക്കെ പോലത്തെ സംഭവങ്ങൾ നമുക്ക് ഡീപ് സീക്ക് എന്ന് പറയുന്ന ആ ചൈനീസ് കമ്പനിയുടെ ആ സോഫ്റ്റ്വെയർ നമുക്ക് ബിൽട്ടിൻ വാച്ചിൻ്റെ ഉള്ളിൽ ബിൽട്ടിൻ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി വാച്ചും കൂടെയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോരാണ്ട് നമുക്ക് 100+ സ്പോർട്സ് മോഡ് അടക്കം വരെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു നിസ്സംശയപ്പെട്ട ഒരു കാര്യം കൂടെയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാച്ച് ഇട്ടല്ല, ഇതൊരു കിഡിലോൾസ്കി സാധനമാണ്. ഒരു രക്ഷയല്ല, ഒരു അമ്മട്ട് മുതലാണിത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആമസോണിലോ അല്ലെങ്കിൽ eBayയിൽ പോയിട്ടോ ഓർഡർ ചെയ്യാം. പിന്നെ പോരാത്തിന് റെൻഡോസൊക്കെ ഞാൻ ഇതിലിടുന്നുണ്ട്, പോയിട്ട് കണ്ടോളൂ. ഓക്കെ ഗൈസ്, ഐക്യുവിന്റെ Neo 11 ഒക്ടോബർ 30 ഇറങ്ങാൻ പോകുന്നുണ്ട്. ഡിലേ ആയി പോയി, പറയാൻ സോറി ടു സേ. എന്നാൽ ഈ ഒരു അപ്ഡേറ്റ് അടിപൊളിയാണ്. ഇത് ഐക്യു Neo 10ന്റെ സക്സസർ ആയിട്ടുള്ള ഒരു പുതിയൊരു സ്മാർട്ട് ഫോണും കൂടെയാണ്. ഇതിൽ ഇച്ചിരി ഇമ്പ്രൂവ്മെന്റും കൂടെ ഡെലിവറി കൊടുത്തിട്ടുണ്ട്. ബാറ്ററിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇതൊരു 7500 mAh ബാറ്ററി, പിന്നെ IP68 IP69 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇത് കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററിയാണ്. ചാർജിങ് സ്പീഡ് എന്തായാലും തീർച്ചയായിട്ടും ഒരു 120 വാട്ട്സ് അല്ലെങ്കിൽ 100 വാട്ട്സിന്റെ ചാർജിങ് സ്പീഡൊക്കെയാണ് വരാൻ പോകുന്നത്. ഇതിന്റെ റിഫ്രഷിംഗ് റേറ്റ് അവർ കൂട്ടിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് 120 ഹെർട്സ് ആണെന്നുണ്ടെങ്കിൽ ഐക്യു Neo 10 120 ആണെങ്കിൽ ഇപ്രാവശ്യം ഐക്യു Neo 11 വരാൻ പോകുന്നത് 144 റിഫ്രഷിംഗ് റേറ്റിലാണ് വരാൻ പോകുന്നത്. പിന്നെ 2K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യും. HDR10+ ഡോൾബി വിഷൻ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യും. പിന്നെ അത് 6.7 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. അത് ബോയി കമ്പനിയാണ് ഇതിന് ഡിസ്പ്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഇൻ ജനറലായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി കിഡിലോൾസ്കി സ്മാർട്ട് ഫോണും കൂടിയാണ്. പിന്നെ ഏറ്റവും കൂടെ ഒരു പ്രത്യേകതയും കൂടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചിപ്സെറ്റാണ്. അതും സ്നാപ്ഡ്രാഗൻ്റെ 8 ലൈറ്റ് ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 8 ലൈറ്റ് Gen 5 ചിപ്സെറ്റ് അല്ല ഇറങ്ങുന്നത്. പിന്നെ ഇൻ്റർചേഞ്ചബിൾ കളറും കാര്യങ്ങളും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫോണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യാം. ഐക്യുവിൻ്റെ ഒരു പുതിയൊരു ടാബ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഐക്യു 5E എന്നാണ് ആ ടാബിൻ്റെ പേര്. അടിപൊളി സ്പെക്ക് ഒന്നും പറയാൻ പറ്റില്ല, കാരണം പ്രൊസസ്സർ കാരണത്താലാണ് അത് അടിപൊളി അല്ല എന്ന് പറയാനുള്ള ഒരു റീസൺ. കാരണം എനിക്ക് ആ ഒരു ചിപ്സെറ്റ് ഒരു പഴയ ചിപ്സെറ്റായിട്ടും തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അഭിപ്രായം നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അത് സ്നാപ്ഡ്രാഗൺ 8s Gen 3 ചിപ്സെറ്റാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് 8s Gen 4 ചിപ്സെറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് 144 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്, 12.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, LCD ആണ് വരാൻ പോകുന്നത്. പിന്നെ പോരാത്തതിന് 10000 mAh ബാറ്ററി, 144 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്, പിന്നെ 2.8K റെസൊല്യൂഷനൊക്കെ സപ്പോർട്ട് ചെയ്യും. ചാർജിങ് സ്പീഡ് 44 വാട്ട്സ് ആണ് ഇവരിതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2.8K എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ HDR10+ ഡോൾബി വിഷൻ വീഡിയോസ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പ്രൊസസ്സർ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കിഡിലോൾസ്കിയാണ് ഈ ഒരു ടാബ്. പക്ഷെ ഇത് ചൈനയിൽ മാത്രമേ ഇറങ്ങുള്ളൂ. ഇന്ത്യൻ ഭൂപടത്തിൽ ഇത് എന്നിറങ്ങും എന്നുള്ള കാര്യങ്ങളൊന്നും അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ UAE ഭൂപടത്തിലും ഈ ഒരു സാധനം ഇറങ്ങില്ല. അപ്പം അതുകൊണ്ട് അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം.
ഇത് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചൈനയിൽ പോയിട്ട് ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. ചൈനയിലെല്ലാം പോകണമെന്ന് നിർബന്ധമൊന്നും ഇല്ല നിങ്ങൾക്ക്. നേരെ വീട്ടിലിരുന്നിട്ട് ആമസോണിലോ ഇബേയിലോ ഓർഡർ ചെയ്തിട്ട് ഗെയിം കളിക്കാം. എന്നോട് പറയാം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടാബ് എന്നുള്ള കാര്യം. ചിപ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കിഡിലോൾസ്കി മുതലാണ് ഈ ഒരു ടാബ്. റെഡ്മിയുടെ ഒരു അഡാർ സ്മാർട്ട് ഫോണ് ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ ലാസ്റ്റത്തെ ഒരു കാര്യം കൂടെ ഞാൻ ലാസ്റ്റിലേക്ക് റിവ്യൂ ചെയ്ത് ചെയ്യുക. ഇതിൻ്റെ ഒരു സബ് ബ്രാൻഡും കൂടെ നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ലാസ്റ്റിലേക്ക് ഞാൻ പറയാം. റെഡ്മിയുടെ K90 Pro Max എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് വരാൻ പോവുകയാണ്. ചൈനയിലാണ് കേട്ടോ. ഇത് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 ചിപ്സെറ്റൊക്കെയാണ് വെച്ചിട്ട് ഇറങ്ങാൻ പോകുന്നത്. 16 GB റാം LPDDR5X ആണ് റാം വരുന്നത്. പിന്നെ UFS 4.1 ആണ്. പിന്നെ 7560 mAh കാർബൺ സിലിക്കൺ ബാറ്ററി, 100 വാട്ട്സിൻ്റെ ചാർജറാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. 50 വാട്ട്സിൻ്റെ വയർലെസ്സും 22.5 റിവേഴ്സ് ചാർജിങ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇത് 6.9 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടാണ് ഈ മോഡൽ ഇറങ്ങാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണ് ഇതിൻ്റെ സ്പീക്കറാണ്. ഇതിൻ്റെ സ്പീക്കർ അവർ യൂസ് ചെയ്തിരിക്കുന്നത് ബോസിൻ്റെ സ്പീക്കറാണ്. ബോസിൻ്റെ സ്പീക്കറാണ് ഇവരിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാർമൻ കാർഡ്മെൻറ്റോ അങ്ങനത്തെ കമ്പനികളൊന്നല്ല, ഇത് ബോസാണ് യൂസ് ചെയ്തത്. ഇതൊരു എനിക്കൊരു വളരെ യുണീക്കായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ സത്യം പറയാലോ, ആപ്പിളുകാരോടും സാംസങ്ങിനോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് മാറ്റി പിടിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, മറ്റേ ഷിയോമിയുടെ 17 Pro Maxിലൊക്കെ നമുക്ക് ബാക്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ സ്ക്രീനും കൊടുന്ന് അതിൽ നമുക്ക് ഗിഫും കാര്യങ്ങളും ക്ലോക്കും അതും ഇതും സെൽഫിയും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സാംസങ്ങിനും ആപ്പിളിനും ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു ചെറിയ ഒരു സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് എന്നുള്ളത് എനിക്ക് വളരെ ശോകമായിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം. ഷോമി ഔട്ട് ഓഫ് ദ ബോക്സ് ഒക്കെയാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. സംഭവം ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ സെയിലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവർ കൊണ്ടുവരുന്ന മോഡലുകളിൽ എന്തൊക്കെയോ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ സ്മാർട്ട് ഫോണിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ റെഡ്മിയുടെ K90 Pro Max എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ ബോസിൻ്റെ സ്പീക്കർ കൊണ്ടുവന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ലാസ്റ്റ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അവരുടെ സബ് ബ്രാൻഡ് ഉണ്ടല്ലോ പോക്കോൻ്റെ പോക്കോ 8 Ultra എന്ന് പറയുന്ന ഫോണിനും ഇതേ സെയിം സ്പെക്ക് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അതുപോലും ഈ ബോസിൻ്റെ സ്പീക്കർ വരും. പിന്നെ അത് മാത്രമല്ല, അത് ഇന്ത്യൻ റീജിയനിലും പിന്നെ നമ്മുടെ UAE റീജിയനിലും വരില്ല. UAE റീജിയനിൽ ഇത് എന്തായാലും ഇറങ്ങില്ല, പക്ഷെ ഇന്ത്യൻ റീജിയനിൽ ഇത് വരുന്നുണ്ട്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ഫോൺ പഠിക്കാൻ പറ്റും. കുറച്ച് ഡിലേ കേട്ടോ, ഇതൊക്കെ ഉണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒന്നും എത്തണില്ല, എന്നാലും പറയാണ്. പോക്കോൻ്റെ P8 Ultraക്ക് ഈ പറഞ്ഞ സ്പെക്കും ഈ പറഞ്ഞ ഫീച്ചറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നല്ല പ്രൈസ് റേഞ്ച് ആയിരിക്കും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ പോക്കോ 8 Ultra ധൈര്യമായിട്ട് പോയിട്ട് പഠിക്കാൻ പറ്റും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വീണ്ടും ഞാൻ പറയണ സാംസങ്ങിനോടും ആപ്പിളിനോടും പ്ലീസ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാണ്ട് ഈ പഴയതിങ്ങനെ വെച്ചിട്ട് കിട്ടുക ആട്ടി അങ്ങോട്ടും ആട്ടി ഇങ്ങോട്ടും ആട്ടി മൈദ ആട്ടണം പോലെ ആട്ടി പിന്നെ ആ വെള്ളം ഒഴിച്ച് വീണ്ടും നിങ്ങൾ ആട്ടി ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് നിങ്ങളതായിട്ടുള്ളൊരു രീതികളിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങളോട് ഫോണുകൾ ഫീച്ചറുകളും ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. സാംസങ്ങിൻ്റെ ഗാലക്സി S26ൻ്റെ S26 സീരീസിൻ്റെ ലോഞ്ചിങ് ഡേറ്റ് ഡിലേ ആയിട്ടുണ്ട്. ജാനുവരിയിലാണ് ഇവർ ഇറക്കാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ പകരം അത് മാർച്ചിലേക്കാണ് അതിൻ്റെ ലോഞ്ചിങ് മാറ്റിയിട്ടുള്ളത്. ഇതിൽ റൂമറാണോ ഉള്ളതാണോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്.
കാരണം അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഗാലക്സി S26 പകരം ഇവരത് പ്രോ വെർഷൻ ഇറക്കുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്താ ഞാൻ പറയാ, അത് എടുത്ത തീരുമാനം നല്ലതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എനിക്കിഷ്ടപ്പെട്ടില്ല. ആ തീരുമാനത്തിൽ യാതൊരു രീതിയിലും എനിക്ക് താല്പര്യമില്ല. കാരണം അവർ S25 റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ S26 Pro എന്ന് പറയുന്ന ഒരു മോഡൽ ഇറക്കാൻ അവർ ഉദ്ദേശിച്ചു. പക്ഷെ അത് കാര്യമായിട്ട് വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് ഉള്ളത് പോലെ പറയണം. പിന്നെ അതേപോലെ ഇവർ എഡ്ജ് ഇറക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിരുന്നു, അത് ഇവർ സ്റ്റോപ്പ് ചെയ്തു. കാരണം S25 എഡ്ജ് ഇസ് നോട്ട് അപ് ടു ദ മാർക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാംസങ്ങിനോട് എനിക്ക് വീണ്ടും പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പ്ലീസ് നിങ്ങൾ S26 സീരീസ് ഇറക്കുമ്പോൾ എന്തായാലും നിങ്ങൾ S26 Ultra ഇറക്കും, S26 Plus ഇറക്കാം, എന്നിട്ട് നോർമൽ S26 ഇറക്കാം. എന്നിട്ട് ഇതിൽ ബാറ്ററി ബാക്കപ്പും പിന്നെ എന്താണ് പറയുക, ബാറ്ററി ബാക്കപ്പ് പോരാണ്ട് റിഫ്രഷ് റേറ്റ് ഒന്ന് കൂട്ടാൻ ശ്രമിക്കാം. 120 പകരം 144 Hz റിഫ്രഷിങ് റേറ്റും ബാറ്ററി ബാക്കപ്പ് ഇച്ചിരിയും കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാ ഫോൺ കിഡിലോൾസ്കി ഫോണായിട്ട് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ S26 Ultra'യുടെ ഡിസ്പ്ലേക്ക് വലിയ മാറ്റങ്ങൾ വരും എന്നാണ് അവർ പറയണത്. അതായത് ഇവരുടെ ഡൈനാമിക് ആമോലെഡ് ഡിസ്പ്ലേന് പകരം ഇവരുടെ സ്വന്തം ഒരു M14 ഡിസ്പ്ലേ കൊണ്ടുവരും എന്നാണ് ഇവർ പറയണത്. അത് മച്ച് മോർ ബെറ്റർ ബ്രൈറ്റ്നസ്സും ബെറ്റർ ഒപ്റ്റിമൈസേഷനും ബെറ്റർ ക്ലാരിറ്റിയും ആയിട്ടുള്ള OLED ഡിസ്പ്ലേ ആയിരിക്കും വരാൻ പോകുന്നതെന്നാണ് പറയണത്. iQOO Neo 15 ആ ഡിസ്പ്ലേ ആണ് ഇവർ യൂസ് ചെയ്യണത്. അപ്പോൾ ആ ഡിസ്പ്ലേ ഇവർ പുതിയ S26 Ultra'ക്ക് കൊണ്ടുവരുമെന്നാണ് പറയണത്. പിന്നെ അതും പോരാണ്ട് S26 Ultra'ക്ക് 144 Hz റിഫ്രഷിങ് റേറ്റും കൊണ്ടുവരും എന്നാണ് കേട്ടത്. ഇനി പ്രാബല്യത്തിൽ അത് കയ്യിലേക്ക് കിട്ടിയിട്ട് പിന്നെ ഇവർ ആസ്ഥാനത്തിൽ കലമടക്കുന്ന ഒരു കമ്പനിയും കൂടെയാണ് സാംസങ്. അപ്പോൾ തീർച്ചയായിട്ടും എൻഡ് ഓഫ് ദ ഡേ കയ്യിൽ കിട്ടിയിട്ട് മാത്രമേ യവന്മാരെ നമുക്ക് നമ്പാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവർ നമ്മളെ പറ്റിക്കും. അങ്ങനെ ഒരു കമ്പനിയാണ് ഇവർ. അപ്പോൾ ഞാൻ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി ആണ്. മാർച്ചിൽ എന്തായാലും ഇവർ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ പോരാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊളിച്ചോ, പിന്നെ ലൈക്കും ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ആപ്പിളുകാർക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആപ്പിളിൻ്റെ ഫാൻസിന്, അതായത് ഈ ആപ്പിൾ എയർ ഒരു പ്രൊഡക്ഷൻ നിർത്തി എന്നാണ് പറയണത്. പക്ഷെ ആപ്പിളുകാർ ഒട്ടും സമ്മതിച്ച് തരുന്നില്ല. അതായത് ഞങ്ങൾക്കിവിടെ ലോകത്തിൽ ഞങ്ങൾ എല്ലായിടത്തും ഭയങ്കര കച്ചവടമാണ് ഞങ്ങൾക്ക് എന്നുള്ളത്. ഭയങ്കര കച്ചവടമാണ്, ഞങ്ങൾ എത്രയോ മില്യൺസ് കച്ചവടങ്ങളൊക്കെ ചെയ്ത ഒരു കമ്പനിയാണ് വിത്ത് എയർ, ഭയങ്കര വാവ് ഇന്നോവേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരിതിൻ്റെ ഇടയിൽ ഇവർ നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം അവർ ഇല്ല ഞങ്ങളത് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. പക്ഷെ ആപ്പിളുകാരോട് ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, മക്കളെ നിങ്ങളെ ഫോൺ ഇവിടെ കച്ചവടം ഒന്നും നടക്കണില്ല. എന്താ കാരണം എന്നറിയോ? അത് ഒന്നെന്ന് പറയണത് സ്ലിം ഫോണ്, ബാറ്ററി ആണെങ്കിൽ ഒട്ടും നിൽക്കണില്ല, പറഞ്ഞ മില്ലിയാമ്പറുമില്ല, സിംഗിൾ ക്യാമറയും പിന്നെ എന്താ പറയുക സിംഗിൾ സ്പീക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഫോൺ നിങ്ങൾ എന്തിനാ മക്കളെ നിങ്ങൾ ഉണ്ടാക്കിയെന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്തിനാണ് നിങ്ങൾ ഉണ്ടാക്കി, എന്ത് കോപ്പിനാണ് നിങ്ങളിത് ഉണ്ടാക്കിയെന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇമാതിരി അമ്ലികൾ നിങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ലീക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് ബാറ്ററി ലൈഫിൻ്റെയിലേക്ക് ആ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് നോട്ട് ഗ്രേറ്റ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 1,80,000 രൂപക്ക് ഈ ഒരു സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ വേറെ ഏതോ നല്ലൊരു ആൻഡ്രോയിഡ് ഫോൺ മേടിച്ചൂടെ എന്നാണ് എനിക്ക് നിങ്ങളോട് അഭിപ്രായം പറയാനുള്ളത്. പിന്നെ iPhone 20 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. 2027 ലോഞ്ച് ചെയ്യുക. അതിൽ iPhone 19 സീരീസ് ഇറങ്ങാൻ പോകുന്നില്ല, സ്ട്രെയിറ്റ്
iPhone 20യിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. iPhone 20ാമത്തെ വാർഷികം എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ആ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവർ iPhone 20 സീരീസ് ആണ് ഇറങ്ങാൻ പോകുന്നത്. അതിൽ 19ാമത്തെ സീരീസ് ഇറങ്ങുന്നതല്ല. നത്തിങ്ങിൻ്റെ 3A ലൈറ്റ് എന്ന് പറയുന്ന മോഡൽ ഗ്ലോബലിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്പെക്കും കാര്യങ്ങളും ഞാൻ ഇതിൽ പറയാം. ഇതൊരു ഡിമെൻസിറ്റിൻ്റെ 7.3 Pro എന്ന് പറയുന്ന ചിപ്സെറ്റാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ CMF Pro 2ൻ്റെ അതേ ചിപ്സെറ്റാണ് യവന്മാർ യൂസ് ചെയ്യുന്നത്. ഒരു സെയിം പാറ്റേൺ സെയിം ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു രീതിയിലും ഒരു വിയോജിപ്പുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു വലിയ സംഭവമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഗ്രേറ്റ് എന്നൊന്നും പറയാനുള്ള ഒരു ഫോണൊന്നും അല്ല ഇത്. കാരണം അതൊരു 128GB 8GB റാമും LPDDR4Xും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ ഇറങ്ങുന്നത്. പിന്നെ UFS 2.2 സിസ്റ്റമൊക്കെയാണ് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു ഫോൺ എനിക്ക് വലിയ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ പ്രോസസ്സറാണ് Dimensity 7300 Pro എന്ന് പറയുന്ന ഈ ഒരു ചിപ്സെറ്റ്. ഇതൊരു ഇച്ചിരി കൂടെ അവർ അപ്ഗ്രേഡ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്നാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാൻ. ഡിസൈൻ ഒരു എക്സാക്ട്ലി ലുക്ക് ലൈക്ക് നത്തിങ് 3ൻ്റെ ഡിസൈനൊക്കെ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ 3 ക്യാമറകളുണ്ട്. ഒരു 50 മെഗാപിക്സൽ ക്യാമറ, ഒരു മാക്രി ക്യാമറ, പിന്നെ ഒരു പോർട്രേറ്റ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പോർട്രേറ്റ് ക്യാമറന് പകരം അതൊരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. പിന്നെ ആ മാക്രി ക്യാമറ മാറ്റിയിട്ട് അത് പോർട്രേറ്റ് ക്യാമറ ആക്കിയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്നാണ് പറയാനുള്ളത്. പിന്നെ LED ലൈറ്റ് ഉണ്ടിട്ട എന്താ പറയുക, അവർ ഏതോ ഒരു കോർണറിൽ കൊണ്ടുപോയിട്ട് അവർ ഇട്ടിട്ടുണ്ട്. ഏതോ ഒരു കോർണർ അവിടെയാണ് കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത്. ആ ലൈറ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അത് കൊണ്ടേ കളഞ്ഞവർ യവന്മാർ. പിന്നെ 3 ആപ്ലിക്കേഷൻ വെച്ചിട്ടൊരു ബ്ലോട്ട് വെയർ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനത്തെ ഒരു 3 ബ്ലോട്ട് വെയർ. അല്ലാണ്ട് ഓവറോൾ വലിയ ബ്ലോട്ട് വെയറുകളൊന്നും ഇവരിതിൽ കൊടുത്തിട്ടില്ല എന്നാണ് പറയാനുള്ളത്. നമ്മളെ ചൈനീസ് കമ്പനീനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും ബ്ലോട്ട് വെയർ ഒന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള 3 ആപ്ലിക്കേഷൻസ് യവന്മാർ ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആക്കിയിട്ട് പിന്നെ തന്നിട്ടുണ്ട്. പിന്നെ 33 വാട്ട്സിൻ്റെ ചാർജർ, 5000 mAh ബാറ്ററി ബാക്കപ്പ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നത്തിങ് എന്തോ ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് എന്തോ ഒരു മിസ്റ്റേക്സ് ഇപ്പോൾ അവർ ചെയ്യുന്നുണ്ട്. കേൾക്കുന്ന കമ്പനികളാണ് ഒക്കെ ശരി തന്നെയാണ്. അവർ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ കേൾക്കും. പക്ഷേ ഇപ്രാവശ്യം അവരെടുത്ത തീരുമാനത്തിൽ ഒരു പിഴവ് ശരിക്കും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഗായ്സ്. കാൽപ്പയ അണ്ണൻ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ ആയിട്ട് വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ട് നിങ്ങളെ സൈഡിൽ നിന്ന്, എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ട്. എന്തായാലും നിങ്ങളെ ഈ വലിയ കമ്പനി നടത്തണം എന്നുണ്ടെങ്കിൽ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിനെ വേണമല്ലോ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഈ ലാഭത്തിന് വേണ്ടിയിട്ട് അവർ കുറേ കോണകളൊക്കെ ചെയ്യും. നിങ്ങളാണ് ആ ഇൻവെസ്റ്റേഴ്സിനോട് നല്ല രീതികളിൽ പറഞ്ഞിട്ട് നല്ലൊരു ഡെവലപ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് അണ്ണനോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങളെ ഫോണുകളാണ് ഉപയോഗിക്കുന്നത്, ഒക്കെ ശരി തന്നെയാണ്. കുറച്ചും കൂടെ R&D ടീമിനായിട്ടൊക്കെ സംസാരിച്ചിട്ട് നല്ലൊരു ഡിസൈന്, അടിപൊളി പെർഫോമൻസ് ആയിട്ടുള്ള പുതിയ ലേറ്റസ്റ്റ് ചിപ്സെറ്റ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മാർക്കറ്റ് പിടിക്കാൻ പറ്റും. അണ്ണനോടാണ് പറയണത്. അണ്ണൻ കേൾക്കോ ആവോ എന്നുള്ളത് അണ്ണനാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ. അണ്ണൻ കേട്ടാൽ മതിയാ റബ്ബേ എന്നാണ് എനിക്ക് അണ്ണനോട് പറയാനുള്ളത്. യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. അതായത് ഇനിയും നമ്മുടെ 720p പ്ലേ ചെയ്യുന്ന വീഡിയോകളിൽ നമുക്ക് നേരെ അത് അപ്സ്കെയിൽ ചെയ്യാം. AI അപ്സ്കെയിൽ ചെയ്തിട്ട് 1080p നമുക്ക് വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ഫീച്ചർ നമ്മുടെ വലിയ വലിയ TV-കളിലൊക്കെ ഉണ്ട്. ഈ 4K TV-കളിലൊക്കെ ഈ ഒരു ഫീച്ചറുകളുണ്ട്. അതൊക്കെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ 2K റെസൊല്യൂഷൻ പ്ലേ ചെയ്യുന്ന വീഡിയോകളിൽ നമുക്ക് നേരെ അത് 4Kയിലേക്ക് നമുക്ക് അപ്സ്കെയിൽ ചെയ്യാൻ പറ്റും. അതേ സെയിം ഫീച്ചർ തന്നെയാണ് ഇപ്പോൾ യൂട്യൂബും കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ വാട്സാപ്പിൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പിൽ നമുക്ക് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാറ്റ ബാക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ സമ്മതം ഇല്ലാണ്ട് വേറെ ആർക്കും തുറക്കാൻ പറ്റില്ല. അതാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞത്. ഇനി പുതിയ അപ്ഡേറ്റിൽ വാട്സാപ്പിൻ്റെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനിൽ ഇനി നമുക്ക് പാസ്വേഡ് ഇടാൻ പറ്റും.
പാസ്വേഡ് മാത്രമല്ല ഫേസ് അൺലോക്കും ചെയ്യാം, പിന്നെ നമുക്ക് നോർമലി പാസ്വേഡും നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല? അപ്പോൾ വാട്സാപ്പ് കുറച്ചും കൂടെ സെക്യൂരിറ്റി ആക്കാൻ പോവുക. നമ്മുടെ സമ്മതമല്ലാണ്ട് നമുക്ക് ഡാറ്റ പൊക്കാനും പറ്റില്ല. ഇനി പൊക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്മതം വെച്ചിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഫേസ് അൺലോക്ക്, അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ്, അല്ലെങ്കിൽ പാസ്വേഡ് വെച്ചിട്ട് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 6 ചിപ്സെറ്റ് അടുത്ത വർഷം സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇതൊരു 2 nm ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. TSMC എന്ന് പറയുന്ന തൈവാൻ ബേസ്ഡ് കമ്പനിയാണ് ഈ ഒരു ചിപ്സെറ്റ് ഇറങ്ങാൻ പോകുന്നത്. LPDDR6 ആണ് വെച്ചിട്ട് ഇറങ്ങാൻ പോകുന്നത്. UFS 5 സിസ്റ്റമാണ് വരാൻ പോകുന്നത്. പിന്നെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി യഥാർത്ഥത്തിൽ ഇതൊരു 5.6 ഒക്കെ ആവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആവട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും ക്ലോക്കിംഗ് സ്പീഡിൻ്റെ കാര്യത്തിലൊന്നും അവർ ഒഫീഷ്യലായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. എന്നാലും എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് ക്ലോക്കിംഗ് സ്പീഡ് വരുമ്പോൾ ഒരു 5.2 GHz അല്ലെങ്കിൽ 5.4 GHz ആവാനാണ് സാധ്യത എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു അഡാറ് ലെവൽ ചിപ്സെറ്റ് ആയിട്ട് മാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവർ എന്തായാലും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചിപ്സെറ്റ് കൊണ്ടുവരുമ്പോൾ വേപ്പർ ചേപ്പർ കൂളിംഗ് സിസ്റ്റമും ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമോ ഒക്കെ അവർ വലിയ വലിയ ഗെയിമിംഗ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ എന്തായാലും കൊണ്ടുവന്നിരിക്കും. പിന്നെ പോരാത്ത പുതിയൊരു അപ്ഡേറ്റും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോക്കിയ മാവനും NVIDIA കൂടെ തമ്മിലൊരു വലിയൊരു കൊളാബ് ഈ മാസം നടത്തിയിട്ടുണ്ട്. എന്താണ് കൊളാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6G നെറ്റ്വർക്കിലേക്കുള്ള കൊളാബാണ് ഈ രണ്ട് കമ്പനികളും ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാനുള്ളത് ഈ ഒരു കൊളാബിൽ ഇവരുടെ AI ഇൻഫ്രാസ്ട്രക്ചർ ഹൈ ലെവൽ ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനാണ് ഈ രണ്ട് കമ്പനികളും ടൈപ്പ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ നോക്കിയ കമ്പനി എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിംഗ് കമ്പനിയും കൂടെയാണ്. അവർ ഗാർമിന് മൊബൈല് ഒക്കെ നടത്തുന്ന ഒരു കമ്പനിയാണ് യവന്മാരെ. പക്ഷെ നോക്കിയ അമ്മാവൻ ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും നെറ്റ്വർക്കിനും. അടുത്ത നെറ്റ്വർക്ക് വരാൻ ഉള്ള ഒരു സാധ്യത 6G നെറ്റ്വർക്ക് നോക്കിയ അമ്മാവൻ്റെതായിരിക്കും. അപ്പോൾ NVIDIA എടുത്ത ഒരു തീരുമാനം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഗെയിമിംഗ് മോണിറ്ററിലേക്ക് നമുക്ക് കടന്നാലോ. NVIDIAയുടെ ഒരു ഗെയിമിംഗ് മോണിറ്റർ ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു 27 ഇഞ്ചിൻ്റെ ഒരു ഗെയിമിംഗ് മോണിറ്ററാണ്. പിന്നെ അത് 4K റെസൊല്യൂഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗെയിമിംഗ് മോണിറ്ററാണ്. ഒരു അഡാറ് ഗെയിമിംഗ് മോണിറ്ററാണ്. ഇതൊരു ഡുവൽ അപ്പ് മോഡ് ടെക്നോളജിയാണ്. അതായത് നമ്മൾ 4Kയിൽ നമ്മൾ ഗെയിം കളിക്കണമെങ്കിൽ 165 ഹെർട്സിലേക്ക് നമുക്ക് കളിക്കാം. ഫുൾ HD കളിക്കുന്നുണ്ടെങ്കിൽ 320 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റിലേക്ക് നമുക്ക് കളിക്കാൻ പറ്റും. പിന്നെ ഇത് HDMI 2.1 ആണ് HDMI വരുന്നത്. പിന്നെ ഡിസ്പ്ലേ പോർട്ട് 1.5 ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാൻഡ് വിച്ച് HDMIൻ്റെത് വരുന്നത് 48 Gbps/s ആണ് ഇതിൻ്റെ ബാൻഡ് വിച്ച് വരുന്നത്. പിന്നെ ഇതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ 1000:1 ആണ് കോൺട്രാസ്റ്റ് റേഷ്യോ വരുന്നത്. പിന്നെ നമുക്ക് ഇതൊക്കെ കളിക്കാൻ പറ്റും HDR10+, പിന്നെ AMD FreeSync, NVIDIA FreeSync ഒക്കെ ഇതിൽ വർക്ക് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടെ വിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 400 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ വെച്ചിട്ട് ഇറങ്ങുന്ന ഒരു ഗെയിമിംഗ് മോണിറ്ററും കൂടെയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യോജിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ട് പഠിക്കാം. ഇത് വലിയ വലിയ ഗെയിമിംഗ് കളിക്കുന്ന പ്രാന്തന്മാർക്ക് പറ്റിയ ഒരു ഗെയിമിംഗ് മോണിറ്ററാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ PS5 ഉണ്ട് എന്നുണ്ടെങ്കിലും നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, കണക്ട് ചെയ്യുക, ഗെയിം കളിക്കുക, എൻജോയ് ചെയ്യുക. വീഡിയോ എഡിറ്റേഴ്സിനും ഒക്കെ പറ്റിയ ഒരു സാധനമാണ്. 4K കളിക്കുന്നുണ്ടെങ്കിൽ 165 വർക്ക് ചെയ്യും. ഫുൾ HD യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 240 അല്ല 320 ഹെർട്സിലേക്ക് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിലായില്ല പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു മുട്ടൻ ഗെയിമിംഗ് പ്രാന്തന്മാരുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു സാധനമാണ്. പക്ഷേ 27 ഇഞ്ചാണ്. വിലയും കാര്യങ്ങളും ഞാൻ അതിൽ അടിയിലിടാം, പോയിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടവർ പോയിട്ട് മേടിക്കാം. LG ഒരു അഡാറ് വലിയ ഒരു TV ഇറക്കാൻ പോവുക. 136 ഇഞ്ചിൻ്റെ TV ആണ് ഇറങ്ങാൻ പോകുന്നത്. മാഗ്നറ്റ് എന്നാണ് ആ TVൻ്റെ പേര്. മൈക്രോ LED TV 4K ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. റെസൊല്യൂഷനൊക്കെ ഞാൻ അടിയിലിടാം. പിന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് ആണ് വരാൻ പോകുന്നത്. HDMI ആണെങ്കിൽ 2.1 ആണ് വരുന്നത്.
ഇത് വേരിയബിൾ റിഫ്രഷിങ് റേറ്റ് ടി വി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷെ ടി വിയുടെ വലിപ്പം കണ്ടിട്ട് എന്തോ ഒരു വലിയ ടി വി. ഈ ഒരു ടി വി മേടിക്കാൻ ആഗ്രഹമുള്ള പൈസക്കാരുണ്ടെങ്കിൽ കാണാം, പോയിട്ട് മേടിക്കാം, എൻജോയ് ചെയ്യുക ലൈഫ്. ഡോൾബിഡ് അറ്റ്മോസ് സൗണ്ടൊക്കെ അതിലിട്ടിട്ട് പൊളപ്പനായിട്ട് പൊട്ടിക്കുക, വീട് കുലിക്കുക. ഒരു 9.1 ചാനലൊക്കെ മേടിച്ച് യൂസ് ചെയ്യുക. ഇതെന്തായാലും നമ്മുടെ ഇവിടുത്തെ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദിൻ്റെ കുടുംബക്കാരുടെ ഒക്കെ കയ്യിലുണ്ടാവും ഈ ഒരു സാധനം. അയാളെ കയ്യിൽ എന്തായാലും ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളത് മേടിക്കുന്നതാണ്. പിന്നെ പറയാൻ വിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അണ്ണൻ നമ്മുടെ ഫസായുടെ കയ്യിൽ വിവോൻ്റെ X300 അൾട്ര കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ട്. മൂപ്പര് അത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇനി പറയേണ്ട ഒരു കാര്യമില്ലല്ലോ, അറബികളൊക്കെ ഇനി അത് ചോദിച്ച് വന്ന് ഇങ്ങനെ ഒരു വലിയ ഒരു ഹൈപ്പാക്കും. കാരണം മൂപ്പര് ഒരു ഫോട്ടോഗ്രാഫറും കൂടെയാണ്, പിന്നെ അതും പോരാണ്ട് സ്കൈ ഡൈവറും കൂടെയാണ്. എൻ്റെ വീഡിയോയിൽ മൂപ്പരെ കുറിച്ചിട്ടൊന്നും ഞാൻ ഇതുവരെയായിട്ട് ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വിവോനെ കുറിച്ച് റിലേറ്റ് ചെയ്തെന്ന് കാരണം കത്താൽ ഇത് ഞാൻ പറഞ്ഞെന്ന് മാത്രം. മൂപ്പര് വലിയൊരു പാഷൻ ഫോട്ടോഗ്രാഫറാണ്. കാനോണിൻ്റെ ക്യാമറാസാണ് മൂപ്പര് യൂസ് ചെയ്യണത്. ഇപ്പം അദ്ദേഹം വിവോൻ്റെ X300 അൾട്ര എന്ന് പറയുന്ന ഫോണാണ് യൂസ് ചെയ്യുന്നത്. മുന്നത്തെ വർഷം മൂപ്പര് നമ്മുടെ പ്യൂറ 70 അൾട്ര യൂസ് ചെയ്തിട്ട് ഒരുപാട് അറബികൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മൂപ്പര് ആ ഫോൺ മേടിച്ചാണ്. അപ്പോൾ മൂപ്പര് അതും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൂപ്പർക്ക് വിവോ ഫോണ് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം, X200 Pro ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡൈനാമിക് റേഞ്ചും അതിൻ്റെ ക്ലാരിറ്റിയും അതിൻ്റെ പെർഫോമൻസും ഫോട്ടോഗ്രാഫി പെർഫോമൻസും ഒക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് മൂപ്പര് X200 Pro മേടിച്ചത്. ഇതെങ്ങനെയോ ചൈനക്കാർ അറിഞ്ഞു, വിവോക്കാർ അറിഞ്ഞു. വിവോക്കാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു X300 അൾട്ര കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞേ, ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഹൈ ലെവൽ എത്തിക്കഴിഞ്ഞാൽ, ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലോകം നിങ്ങളെ കയ്യിലാണ് എന്നുള്ളത് യഥാർത്ഥ സത്യമാണ്. കഴിവ് വേണം കേട്ടോ. കഴിവില്ലാണ്ട് കാണാക്കൂടാന്നുള്ള രീതികളിൽ സ്വപ്നം മാത്രം കണ്ടുകൊണ്ട് കാര്യമില്ല. അതിനനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ കയ്യിൽ വരും. അപ്പം ഞാനും പ്രാർത്ഥിക്കണം, ഞാനും ഉണക്കണുണ്ട് കടന്നിട്ട്, ഈ സ്വപ്നം കാണുന്നുണ്ട്. ഇനിയും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് ഞാനും എത്തണം എന്നാണ് എന്നോടും ഞാനൊരു റിമൈൻഡർ ചെയ്യുന്നത്. കേട്ടില്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായാലോ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾ നിങ്ങളതായിട്ടുള്ള രീതികളിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാം. നടന്ന് തല്ലുണ്ടാക്കാണ്ട് കണ്ടോൻ്റെ ആസനത്തിൽ പോയിട്ട് എന്താ പറയുക, തല്ലാണ്ടും ഏഷണി പറയാണ്ടും പരദൂഷണങ്ങളൊന്നും പറയാണ്ടും നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ കഴിവ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, നിങ്ങളുടെ മക്കളുടെ കഴിവും നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. നോ ടു ദ ഡ്രഗ്സ്, നോ ടു ദ ഫൈറ്റിംഗ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കേട്ടാലോ? ഞാൻ പറഞ്ഞതിന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വല്ല കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അതും കൂടെ ചെയ്യാറില്ല എന്നുള്ളതാണ് പറയണത്. എനിക്ക് അത് പറയാനുള്ളത് ചോദിച്ചാൽ വീണ്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ എടുത്തു വെക്കാം. ലാസ്റ്റത്തെ ടെക് ന്യൂസിലേക്ക് കടന്നാലോ? ലാസ്റ്റത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് കാനോൺ ക്യാമറ ഒരു പുതിയ ലൈനപ്പ് ഇറക്കാൻ പോവുകയാണ്. കാനോണിൻ്റെ R6 Mark III എന്ന് പറയുന്ന ക്യാമറയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സെയിം സെൻസറാണ് കാനോണിൻ്റെ C50 എന്ന് പറയുന്ന വീഡിയോ ക്യാമറക്ക് ഇറങ്ങുന്ന സെയിം സെൻസർ തന്നെയാണ് ഇതിൽ ഇറങ്ങുന്നത്. പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓപ്പൺ ഗേറ്റ് എന്ന് പറയുന്ന ഫീച്ചർ കാനോണിൻ്റെ R6 Mark III വരാൻ പോകുന്നുണ്ട്. 34.2 മെഗാപിക്സലിൻ്റെ സെൻസറാണ്. ഡുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് 2 സിസ്റ്റമാണ് വരുന്നത്. പിന്നെ മൾട്ടിപ്പിൾ സബ്ജക്റ്റ് ഫോക്കസിങ്ങും കാര്യങ്ങളും ഇതിലുണ്ട്. പിന്നെ UHS 2ൻ്റെ 2 കാർഡ് സ്ലോട്ട്സുകളാണ് വരാൻ പോകുന്നത്. പിന്നെ 4K ഒക്കെ സപ്പോർട്ട് ചെയ്യും. ആനിമലും പട്ടി പൂച്ചയും നായയും കാറും ഒക്കെ ഇതിൽ വരും. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റും കൂടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു പ്രീ ക്യാപ്ചർ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ നിക്കോണിൻ്റെ Z9ലുള്ള
അതേ സെയിം ഒരു ഫീച്ചർ കാനോണിൻ്റെ R6 Mark IIIലുണ്ട്. പ്രീ ക്യാപ്ചർ എന്ന് പറയുന്നത് നമ്മൾ ഹാഫ് ഷട്ടർ ബട്ടൺ നെക്കി കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ഫോട്ടോ എടുക്കും, അതിനുശേഷം പിന്നെ അത് ഫുൾ ഫോട്ടോ എടുക്കും. അതാണ് പ്രീ ക്യാപ്ചർ. ആ സെയിം ഫീച്ചർ കാനോണിൻ്റെ R6 Mark IIIൽ വരാൻ പോകുന്നുണ്ട്. അടിപൊളി ഫീച്ചറാണ്. ഞാൻ നിക്കോണിൻ്റെ Z9 ഈ ഒരു ഫീച്ചർ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റ്. അതായത് ഇപ്പോൾ ഒരു കിങ് ഫിഷർ ഒരു വാലിങ്ങനെ തുറന്ന് അത് അപ്പം തന്നെ നമ്മൾ ഇത് ഈ ഒരു പ്രീ ക്യാപ്ചർ കണ്ടിന്യൂസ് ഷട്ടർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ അടിച്ചു പോകും, എന്ന് പറഞ്ഞിട്ട് അടിച്ചു പോകും. അപ്പോൾ അത് നമുക്കിങ്ങനെ ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ കാനോൺ എടുത്തൊരു തീരുമാനമാണ് പ്രീ ക്യാപ്ചർ ചെയ്യുക. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് 0 സെക്കൻഡ്സിൽ നിന്ന് ഇത് എത്ര സെക്കൻഡ് പറക്കുന്നവരെ അത് പ്രീ ക്യാപ്ചറും ചെയ്യും. പിന്നെ അതും പോരാണ്ട് അത് നോർമലായിട്ടും അത് ക്യാപ്ചറും ചെയ്യും. പക്ഷെ അത് ഹൈ ഫ്രെയിംസിലാണ് ഇത് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഇലക്ട്രോണിക് ഷട്ടർ നമുക്ക് 40 FPS ഇതിൻ്റെ ഇലക്ട്രോണിക് ഷട്ടർ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ISO മാക്സിമം വരുന്നത് 64,000 ISO റേഞ്ചിലാണ് ഇതിൻ്റെ മാക്സിമം ISO വരുന്നത്. പിന്നെ ഡൈനാമിക് റേഞ്ച് എന്താ പറയുക, 3 സ്റ്റോപ്സ് ഡൈനാമിക് റേഞ്ച് ഒക്കെയാണ് ഇതിൽ വരിക. പിന്നെ IBS ആണെങ്കിൽ ഇത് 6.5 IBSലാണ് വരുന്നത്. 8.5 അല്ലെങ്കിൽ 5.5 സ്റ്റോപ്സിനെക്കാട്ടും ബെറ്ററാണ് 6.5. മുന്നത്തെ ക്യാമറകളിൽ എനിക്ക് തോന്നുന്നത് അവർ 8.5 IBS എന്തോണ് ഇറക്കിയതുള്ളത്. ഇപ്രാവശ്യം അത് 6.5 ആക്കി. പിന്നെ ഇതിൻ്റെ EVF വരുന്നത് നമ്മുടെ 5.7 മില്യൺ ഡോട്ട് EVF ആണ് വരാൻ പോകുന്നത്. പിന്നെ ലാസ്റ്റ് പറയാനുള്ളൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓപ്പൺ ഗേറ്റ് ഫീച്ചർ കൂടെ ഇതിൽ വരാൻ പോകുന്നുണ്ട്, എസ്പെഷ്യലി ഫോർ വീഡിയോ റെക്കോർഡ്. ഈ ഓപ്പൺ ഗേറ്റ് ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാമറയുടെ സെൻസർ തുറന്നു കഴിഞ്ഞാൽ സെൻസർ നമുക്ക് കാണാൻ പറ്റുന്നത് ഫുള്ളായിട്ട്. നമ്മൾ വീഡിയോ മിക്ക ആൾക്കാരും വീഡിയോ എടുക്കുക 16:9 ആസ്പെക്ട് റേഷ്യോയിലാണ്. ഞാനത് ഇപ്പോൾ കാണിച്ചു തരാം. അത് അതിൻ്റെ ഒരു ഡെമോ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് പോയിട്ട് എടുത്തിട്ട് അപ്പോൾ വരാം ഗൈസ്. അപ്പോൾ ഞാൻ ഓപ്പൺ ഗേറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ക്യാമറ എടുത്തിട്ടുണ്ട് എൻ്റെ ടേബിളിൽ നിന്ന്. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോണ ഇതാണിപ്പോൾ സെൻസർ. കണ്ടില്ല, ക്യാമറയുടെ സെൻസർ നിങ്ങൾ കണ്ടില്ല ഇപ്പോൾ ഇത്. ഇപ്പോൾ ഇത് ഫുൾ സെൻസറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ സെൻസർ ഫുള്ളാണ്. പക്ഷേ നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് എടുക്കുമ്പോൾ ഇത് 16:9 ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും നമുക്ക് ആദ്യം സെറ്റിംഗ് ഉണ്ടാവുക. പിന്നെ അവിടെ നമുക്ക് സെറ്റിംഗ് മാറ്റാം ഓപ്പൺ ഗേറ്റിലേക്ക്. അപ്പോൾ നമ്മൾ ഈ 16:9 ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ സെൻസറിൻ്റെ പകുതി വെച്ചിട്ടായിരിക്കും വീഡിയോ എടുക്കുക. അപ്പോൾ ആ ഒരു ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും വീഡിയോ ഉണ്ടാവുക. പക്ഷേ ഓപ്പൺ ഗേറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും. 16:9 പകരം നമുക്ക് ലൈക്ക് ഒരു 3:2 ആസ്പെക്ട് റേഷ്യോ അല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3:2 ആസ്പെക്ട് റേഷ്യോയിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഒന്നിലേക്ക് നമുക്ക് 1:1 ആസ്പെക്ട് റേഷ്യോയിൽ എടുക്കാം, അല്ലെങ്കിൽ 16:2 ആസ്പെക്ട് റേഷ്യോയിൽ എടുക്കാം. 16:9 അല്ല 16:9 എടുക്കാം, അല്ലെങ്കിൽ 3:2 ആസ്പെക്ട് റേഷ്യോയിൽ എടുക്കാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൃഥ്വിരാജ് ഏതൊരു ഫിലിമിൽ അനമോർഫിക് ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ അനമോർഫിക് ലെൻസ് അടക്കം നമുക്ക് ഈ ഓപ്പൺ ഗേറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം നിലവിൽ നമ്മുടെ ഫ്യൂജി ഫിലിമിൻ്റെ XM5 നമുക്ക് ഈ ഓപ്പൺ ഗേറ്റ് ഫീച്ചറുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ കാനോണിൻ്റെ C50 ഒക്കെ നമുക്ക് ഈ ഒരു ഓപ്പൺ ഗേറ്റ് ഫീച്ചറുകളുണ്ട്. ഈ അതേ ഓപ്പൺ ഗേറ്റ് ഫീച്ചർ തന്നെ നമ്മുടെ കാനോണിൻ്റെ R6 Mark IIIലേക്കും വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനമോർഫിക് ലെൻസും കൂടെ ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറെ ലെവലാവും. ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു അടിപൊളി സാധനമാണ്. ഞാനപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ക്യാമറ സത്യത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കയ്യിൽ കിട്ടാത്തതുകൊണ്ട് സങ്കടമുണ്ട്. പക്ഷേ നിലവിലിതാ നമ്മുടെ ഫ്യൂജി ഫിലിമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരു 10 വർഷം മുന്നത്തെ ക്യാമറ ആണെങ്കിലും റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു മോഡലാണ്. ഇതിൻ്റെ പുതിയത് വന്നിട്ടുണ്ട്, XE5 വന്നിട്ടുണ്ട്, XT30 Mark III എന്ന് പറയുന്ന ക്യാമറയും വന്നിട്ടുണ്ട്. കാശില്ല, അതാണ് ഉള്ള സത്യം പറയാനുള്ളത്. നിങ്ങളടുത്ത് ഉള്ളതുപോലെ പറഞ്ഞാലല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഭാവിയിൽ ഈ ഒരു സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടുമെന്നാണ് എനിക്ക് പ്രതീക്ഷ. അപ്പം നിങ്ങളതിന് വേണ്ടിയിട്ട്
തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ട്, വലിയൊരു സപ്പോർട്ട് വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.